ഞാൻ ഇക്ബാൽ. ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ എല്ലാ വീടുകളിലും വളരെ അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കേണ്ട രണ്ട് പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഒന്ന് നമുക്ക് കാണാൻ പറ്റും ചിമ്മിണികൾ. അതായത് നമ്മളെ പുതുതായിട്ടൊരു വീട് ഉണ്ടാക്കുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ നിലവിലുള്ള കിച്ചണിൽ ഒരു അപ്ഗ്രഡേഷൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ചിമ്മിനി എന്ന് പറഞ്ഞ സാധനം. അതേപോലെ തന്നെ ഹോബുകൾ. അപ്പോൾ ഇതിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്യുന്ന ഒരു ഷോറൂമിലാണ് എത്തിയിട്ടുള്ളത്. ജയസ് ഫ്ലെയിം എന്ന് പറഞ്ഞ കമ്പനിയുടെ ഷോറൂമിലാണ് എത്തിയിട്ടുള്ളത്. നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഇവരുടെ കോഴിക്കോട് കൊടുവള്ളി ലൊക്കേഷനിൽ നിന്നുള്ള ഷോറൂമിലാണ്. ഇവർക്ക് വേറെ ഒരുപാട് ഷോറൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെ കണക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. പിന്നെ ഇവിടെ നിങ്ങൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവർ ഓൾ കേരള ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഓരോ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തരാനായിട്ട് ഷോറൂം ഇൻചാർജ് ആയിട്ടുള്ള ആൾ നമ്മളെ കൂടെ ഉണ്ട്. നമുക്ക് ആളെ നമ്മൾ വീഡിയോയിൽ വെൽക്കം ചെയ്യാം. പേരെന്തായിരുന്നു? സുനിൽ. സുനിലേട്ട്, നമുക്ക് ആദ്യം കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒന്ന് ആദ്യം ഒന്ന് പറഞ്ഞു. ഓക്കെ, ഇത് നമ്മുടെ ജയസ് പ്രൈമിന്റെ ഷോറൂമാണ്. ഡയറക്റ്റ് കമ്പനി ഔട്ട്ലെറ്റ് ഷോറൂമാണ് വരുന്നത്. ജയസ് പ്രൈമിന്റെ ആണ് വരുന്നത്. നമുക്കിത് കൂടാതെ രാമനാട്ടിൽ ഒരു ഷോറൂം വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടുത്തെ സർവീസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓൾ കേരള ഡെലിവറി ആൻഡ് സർവീസും കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം നമ്മൾ ടൈം വരുന്നത് 48 hours ആണ് നമ്മൾ സർവീസ്. നമ്മൾ ഓൾ കേരള ഡെലിവറി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ഒരു സാധനം ഇപ്പോൾ ഒരാൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് ഒരാളുടെ ആവശ്യം ഉണ്ടാവുമല്ലോ. അതെങ്ങനെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? അതായത് നമ്മൾ എല്ലാ നമ്മുടെ ഡിസ്ട്രിക്റ്റിലും വരുന്നത് നമുക്ക് ടെക്നീഷ്യൻസ് അവൈലബിൾ ആണ്. ഓക്കെ, കസ്റ്റമർക്ക് നമ്മൾ സാധനം ഇവിടുന്ന് അവർ പർച്ചേസ് ചെയ്യുന്ന കേസിൽ നമ്മൾ എവിടെയാണോ അവർക്ക് വേണ്ടത്, ഏത് ജില്ലയിലാണോ നമ്മൾ അങ്ങോട്ട് കൊറിയർ ചെയ്ത് കൊടുക്കുക. കൊറിയർ ചെയ്ത് കഴിഞ്ഞ ശേഷം അവർ ടെക്നീഷ്യനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടെക്നീഷ്യൻ അവിടെ വന്നിട്ട് കംപ്ലീറ്റ് ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളും ഡീറ്റെയിൽസ് മുഴുവൻ ചെയ്തു കൊടുക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് അവർ ടെക്നീഷ്യൻ തന്നെ സോൾവ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ അടുത്ത് നിങ്ങളിപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവർ ഓൾ കേരള ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവര് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സിലൂടെ ഇവർ കൊറിയർ കാര്യങ്ങൾ അയച്ചു തരും. അതിനുശേഷം നിങ്ങൾക്ക് ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് ഇവരെ തന്നെ ടെക്നീഷ്യൻസ് എല്ലാ ജില്ലകളിലും അവൈലബിൾ ആണ്. അപ്പോൾ അവർ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഫിറ്റിങ്ങോ അല്ലെങ്കിൽ എന്താ പറയാ നേരിട്ട് പോയിട്ട് സർവീസ് എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും ആ ടൈമിൽ അവരെ വിളിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മുടെ ഷോറൂമിൽ നമ്മുടെ ഡയറക്റ്റ് വിളിക്കാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളാണെങ്കിൽ ചില സൈറ്റ് മാർക്കിംഗ് കേസും കാര്യങ്ങളും അതിൽ ചിലപ്പോൾ ചിമ്മിനി ഫിറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്തെങ്കിലും കൺഫ്യൂഷൻ കാര്യങ്ങൾ നമ്മൾ ഡയറക്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഷോറൂമിൽ വെച്ചാൽ നമ്പർ അവൈലബിൾ ആണ്. ഷോറൂമിൽ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് അടുത്തായിട്ട് നോക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പോ ഈ ഒരു ചിമ്മിനി ഇപ്പോ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ ചിലപ്പോ ചിമ്മിനി മേടിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കൂടി ഉണ്ടാവില്ല. ആളുകളുണ്ടാവും. അപ്പൊ എന്തുകൊണ്ട് യൂസ് ചെയ്യാത്ത എന്താ പറയാ ചില സ്ഥലത്തൊന്നും ചിമ്മിനി ഇല്ല, കുറിച്ച് അറിയില്ല. എന്റെ വീട്ടിലൊന്നും ഇല്ല. ഓക്കെ. അപ്പൊ എന്തുകൊണ്ട് ഒരു വീട്ടിൽ ഇത് യൂസ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു എന്താ? ചിമ്മിനിയുടെ മെയിൻ ആയിട്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ കാർബൺ അല്ലെങ്കിൽ ഇതിന്റെ ഹീറ്റ് ഇങ്ങനെയുള്ള ഒന്നിനോട് സംഭവങ്ങളുണ്ട്. പിന്നെ കൂടാതെ അത് യൂസ് ചെയ്യുന്ന സമയത്ത് പാചകം ചെയ്യുന്ന സമയത്ത് ഈ മുളകിന്റെ ഒക്കെ ഇതാകുമ്പം പ്രത്യേകിച്ച് എഫക്ട് നമുക്ക് ഒരു ഇഷ്യൂസ് കാര്യങ്ങളുണ്ടാവും. അത് മാക്സിമം ഇത് അവോയ്ഡ് ചെയ്ത് അബ്സോർവ് ചെയ്തിട്ട് പുറത്തോട്ട് തള്ളും. അപ്പൊ നമുക്ക് വീടിനകത്തുള്ള പൊല്യൂഷൻസ് കുറച്ച് കാര്യങ്ങൾ ഓയിൽ ഇതൊക്കെ അങ്ങനെ വരുന്ന കേസുകളൊക്കെ മാക്സിമം 90% അവോയ്ഡ് ചെയ്ത്. അതായത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സ്മോക്ക് കാര്യങ്ങൾ പിന്നെ വീട്ടിലുണ്ടാവുന്ന കുറച്ച് ഓയിൽ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. സാധാരണ ചിമ്മിനി ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ വീടിന്റെ റൂഫിൽ നോക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഓയിൽ ഡാർക്കായി കിടക്കണം. അങ്ങനത്തെ കേസുകൾ 90% ഒരു ചിമ്മിനി വെച്ച് കഴിഞ്ഞാൽ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കാരണം ഇപ്പോൾ ഹൗസ് വാമിംഗ് നടക്കുന്ന ആളുകൾ ഇപ്പോൾ ലക്ഷങ്ങൾ മുടക്കിയിട്ടായിരിക്കും ഒരു കിച്ചണൊക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടാവുക. കാരണം ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോ ഒരു പേയ്മെന്റ് എന്ത് ചെയ്യാം, ഇതിനും കൂടി സ്പെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ആ ഒരു നിങ്ങളെ വാള് കാര്യങ്ങളൊക്കെ ആ ഒരു വൃത്തിയിൽ കൊണ്ടുനടക്കാനായിട്ട് തീർച്ചയായും. ഓക്കെ, എങ്ങനെ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒക്കെ എങ്ങനെ? ഇവിടെ നമ്മൾ ചിമ്മിനി സ്റ്റാർട്ട് ചെയ്യുന്നത് 10,000 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കർവ് മോഡലാണ് വരുന്നത് ഫസ്റ്റില്. ഓക്കെ, പിന്നെ 60 സെന്റിമീറ്റർ മുതൽ 60 അവൈലബിൾ ആണ്. 75, 90 സെന്റിമീറ്റർ 3 മോഡലാണ് വരുന്നത്. അതിൽ 3 പാറ്റേൺസ് ആണ്. ടി ഷേപ്പ് വരുന്നുണ്ട്, കർവ് ടൈപ്പ് വരുന്നുണ്ട്, സ്റ്റാൻഡിംഗ് മോഡൽ വരുന്നുണ്ട്. ഓക്കെ, ഇതിലിപ്പോ ഇവിടെ കുറച്ച് ഇങ്ങനത്തെ ഒരു സ്റ്റൗ സെറ്റപ്പും കൂടി കാണുന്നുണ്ട്. ഇതും കൂടി നിങ്ങളുടെ സെയിം പ്രൊഡക്റ്റ് തന്നെയാണോ? ഇതെല്ലാം നമ്മൾ തന്നെയാണ്, നമ്മളായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നമ്മളെ ഫാക്ടറിയിൽ തന്നെയാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളെ യൂണിറ്റ് വരുന്നത് പഞ്ചാബിലാണ്. ഓക്കെ, പിന്നെ ഇതിന്റെ യൂസ് ചെയ്യുന്ന ഇത് 2 പാറ്റേണിലാണ് വരുന്നത്. ഒന്ന് ഇറ്റാലിയൻ മോഡലാണ് വരുന്നത്, ഒന്ന് ഇന്ത്യൻ ബേസ്ഡ് ആണ് വരുന്നത്. ഇതിൽ രണ്ടിന് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ മോഡലിലെ ഇറ്റാലിയനേക്കാളും കുറച്ചുകൂടി യൂസിങ് ഫ്ലോ കുറച്ച് കൂടുതലുണ്ടാവും ഇതില്. പിന്നെ ലോ കോസ്റ്റ് മെയിൻ്റെനൻസ് ആണ് വരുന്നത്. ഓക്കെ, ഇപ്പൊ മാർക്കറ്റിൽ ഇപ്പൊ വേറെ ഒരുപാട് കമ്പനീസ് ഉണ്ടല്ലോ നമുക്ക് എന്താ പറയാ ഈ ഒരു ചിമ്മിനിയുടെ ഇൻഡസ്ട്രിയിൽ. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ഇപ്പൊ ഒരു കസ്റ്റമർ ജയസ് ഫ്ലെയിം ആ ഒരു കമ്പനി ചൂസ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഇത്? ഓക്കെ. ഇപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന 2 മോഡലാണ് ഇത്. ഒന്ന് 4D മോഡലാണ്. ഇതിന്റെ തന്നെ 3D എന്ന് പറഞ്ഞൊരു മോഡൽ വരുന്നുണ്ട്. ഇത് വരുന്നത് ഡിസ്പ്ലേ, അതായത് 3D ബേസ്ഡ് ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. കൂടാതെ 4 സ്പീഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനകത്തിന്റെ ഫിൽറ്റർ ആണെങ്കിൽ കുറച്ചും കൂടി അട്രാക്റ്റഡ് ആയിട്ടുള്ള ഫിൽറ്റേഴ്സ് ആണ് വരുന്നത്. സ്പീഡ് എന്ന് പറയുന്നത് ഇത് അബ്സോർബ് ചെയ്യുന്നതിന്റെ സ്പീഡ്. 4 സ്പീഡാണ് വരുന്നത്. 4 സ്പീഡിന് 1800 സക്ഷൻ പവറിൽ വരുന്ന ചിമ്മിനിയാണ്. ഇതിന്റെ ഫിൽറ്റേഴ്സും കാര്യങ്ങളാണെങ്കിൽ കൂടുതൽ ബെറ്റർ സ്റ്റൈലിഷും ആണ്. ഓക്കെ, സെൻട്രലാണ് ഇതിന്റെ ലൈറ്റ് പോർഷൻസ് മൊത്തം വരുന്നത്.
ഇവിടെ ലൈറ്റിംഗ് ഉണ്ടാവും അല്ലേ? ലൈറ്റ് ഇത്രയും വൈഡ് ആയിട്ടുള്ള ലൈറ്റ് സാധാരണ നമ്മൾ മറ്റുള്ള ഷോറൂമിൽ ഇത്രയും വലിയൊരു ലൈറ്റ്സ് നമ്മൾ കണ്ടുവന്നിട്ടില്ല. ഓക്കെ, പിന്നെ JS Primeനുള്ള ഒരു അഡ്വാൻറ്റേജ് അതാണ് മെയിൻ ആയിട്ട് ഈ ഒരു മോഡൽ, 2 മോഡൽ വന്നതിൽ ഒരു മോഡലാണിത്. ഓക്കെ, 4 സ്പീഡ് ആണ് ഇതിന് വരുന്നത്. ദെൻ നമ്മളിതിൽ വരുന്നത് 27 മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വാറന്റി 10 ഇയർ ആണ്. മോട്ടോർ വാറന്റി വരുന്നത് 2 ഇയർ PC വാറന്റി വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് വാറന്റി 1 ഇയർ തന്നെയാണ്. ഇതിൽ പോർഷൻ വരുന്നത് ഫുള്ളി ഗ്ലാസ് ആണ്. ഗ്ലാസ് മോഡലാണ് ഇത് വരുന്നത്. പാനലും ഡക്റ്റ്. ഫിനാൻസിന്റെ സൗകര്യം ഉണ്ടോ? അതായത് ഫിനാൻസ് നമ്മൾ ബജാജ് EMI ഉണ്ട്. തീർച്ചയായും. കാരണം ഒരു ഹൗസ് വാമിംഗ് കഴിയാനായിരിക്കുന്ന ആളുകൾ ഫണ്ട് നല്ല ടൈറ്റ് ആയിരിക്കും. അപ്പൊ അവർക്ക് എന്തായാലും EMI സാധനം എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി തീർച്ചയായും അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഈ മോഡലിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് വരുന്നത് ഇത് ടച്ചിലല്ലേ? എല്ലാം ടച്ച് ആണ്. എല്ലാ മോഡലും വരുന്നത് ടച്ച് ആണ്. പക്ഷെ ഇത് BLDC ആണ്. അത് AC മോഡലാണ്. നമ്മൾ ആദ്യം കണ്ടത് AC മോഡൽ വരുന്നതാണ്. ഇത് BLDC ആണ്. 9 സ്പീഡാണ് ഇതിന് വരുന്നത്. ഓക്കെ, നോർമൽ മോഷൻ ആൻസർ ആണ്. ടച്ച്, ഓട്ടോ ബ്ലേനിങ് എല്ലാ സിമ്മിനും JS Primeന്റെ എല്ലാ സിമ്മിനും സെയിം ഇതേ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്ത് പോകുന്നത്. ഓക്കെ, സ്പീഡ് ഇപ്പൊ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യാം? സ്പീഡ് ശരിക്കും സെലക്ട് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ അബ്സോർഷൻ അനുസരിച്ചാണ്. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന കേസിലുള്ള സ്മെല്ലോ കാര്യങ്ങളോ വരികയാണെങ്കിൽ മാക്സിമം അബ്സോർഷൻ സ്പീഡിലിട്ട് യൂസ് ചെയ്യുക. മാക്സിമം സ്പീഡ് കൂടി യൂസ് ചെയ്യാം. അത് BLDC-ലാകുമ്പോൾ 1 മുതൽ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇൻഡിവിജ്വലി പോകണമെന്നില്ല. ഒറ്റയടിക്ക് ഈ ബട്ടൺ അമർത്തിയാൽ നേരിട്ട് മാക്സിമം സ്പീഡ് 1 ടൈം യൂസ് ചെയ്യാം. പിന്നെ സെൻസ് ചെയ്തിട്ടും നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സെൻസർ യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലായി, സെക്ഷൻ പവർ ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി അളക്കുന്ന ഒരു. അപ്പൊ ഇതെങ്ങനെ കസ്റ്റമർക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കി കൊടുക്കാം? എത്രത്തോളം കസ്റ്റമർ ഇപ്പൊ നമ്മുടെ ഷോറൂമിൽ കസ്റ്റമർ വരികയാണെങ്കിൽ സാധാരണ കേസിൽ നമ്മളിവിടെ റൺ ചെയ്യിച്ചിട്ട് നോർമൽ ഇതില് സ്പീഡ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് അവർ പൊതുവെ കണ്ടുവരുന്നത് മറ്റുള്ള ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ സാധാരണ ഒരു പേപ്പർ വെച്ച് കൊടുക്കുക, അങ്ങനെയുള്ള ഒരു അബ്സോർഷൻ രീതിയാണ് നമുക്ക് കാണിച്ചു. അപ്പൊ അതിൽ കറക്റ്റ് അബ്സോർഷൻ എത്ര ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ നമ്മളിപ്പോ ഇവിടെ അതെ നമ്മളിപ്പോ ഇവിടെ ഷോറൂമിൽ വരികയാണെങ്കിൽ ഒരു ഈ ബോക്സ് ഏകദേശം അപ്രോക്സിമേറ്റ് ഒരു 1 kg വെയിറ്റ് വരും. ഒരു സ്റ്റൗവിന്റെ ബോക്സ് ആണ്. ഇപ്പൊ ഇത് നമ്മൾ ഒരു AC മോട്ടറാണ്. 3 സ്പീഡ് 1500 സെക്ഷൻ വരുന്ന ചിമ്മിനിയാണ്. അപ്പൊ ഇതിൽ നമ്മളിപ്പോ 3 സ്പീഡിലാണ്. ഇതിന്റെ അബ്സോർഷൻ നമ്മൾ നോക്കുമ്പോൾ ഇത്രയും വെയിറ്റ് വരെ അബ്സോർഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പക്ക 1500 തന്നെയാണ് അതിന്റെ സെക്ഷൻ വർക്ക് ചെയ്യുന്നത് നമുക്ക് കൺഫേം ചെയ്യാം. ഇനി ഇതേ സ്ഥാനത്ത് തന്നെ ഒരു 2 kg വെയിറ്റ് ഉള്ള ബോക്സ് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. ഇത് അപ്രോക്സിമേറ്റ്ലി വലിയൊരു സ്റ്റൗവിന്റെ ബോക്സ് ആണ്. ഒരു 2 kg വെയിറ്റും ഇത് വെച്ച് കഴിഞ്ഞാലും പക്ക സാധനം അബ്സോർഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ ഷോറൂമിൽ കൊടുക്കുന്ന കേസുകൾ എല്ലാം കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നതും അത് പറഞ്ഞു കൊടുക്കുന്നതും എല്ലാം ചെയ്യുന്നത് തന്നെ. ഓക്കെ, ഇപ്പൊ നിങ്ങളിപ്പോ വേറെ ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ ഷോറൂമിൽ പോകുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾക്ക് പേപ്പർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതെ അവർ ചെക്ക് ചെയ്തിട്ട് കൺഫേം ചെയ്യാം അവർക്ക്. ഇപ്പൊ നമ്മളതില് ചെയ്യുന്നതിന് മാക്സിമം നമ്മൾ കസ്റ്റമറെ സപ്പോർട്ട് ചെയ്തിട്ടും അവർക്ക് എന്താണ് ബുദ്ധിമുട്ട് നോക്കിയിട്ടും പിന്നെ അവരെ വീട്ടിൽ എങ്ങനെ ഫിറ്റ് ചെയ്യുന്നോ ഏത് രീതിയിലുള്ളതിനാണോ അതിനനുസരിച്ചുള്ള ചെമ്മിനാണ് നമ്മൾ ഇവിടുന്ന് അവർക്ക് ആലോചിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഈ ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇപ്പൊ നിങ്ങളുടെ ഓരോ ഇതിൽ വരുന്ന മോഡൽസ് മൊത്തം ഇന്ത്യൻ ടൈപ്പ് ആണ് എല്ലാം വരുന്നത്. ഇന്ത്യൻ മോഡലിലുള്ള വിവിധ മോഡൽസ് മാത്രമാണ്. അതിലൊരു ഈ മോഡൽ നമ്മുടെ GDN ആണ്. ഇതിൽ 2 പാറ്റേൺ വരുന്നുണ്ട്. ഇത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ്. മറ്റേ ഫുൾ ബ്ലാക്ക് വരുന്നതുകൊണ്ട്. ഓക്കെ, ഇത് കുറച്ചും കൂടി ഹാർഡ് യൂസ് നമുക്ക് കോമൺ ആയിട്ട് ഒരു സിംഗിൾ സ്റ്റവ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാണെങ്കിൽ എത്രയും ഹാർഡ് യൂസ് വേണമെങ്കിൽ ഇതിനകത്ത് പോസിബിൾ ആണ് യൂസ് ചെയ്യാൻ. പിന്നെ ലോ കോസ്റ്റ് ആയിരിക്കും. ബേണറിനൊക്കെ ഒരു ആവറേജ് പ്രൈസ് അതിനകത്ത് വരുള്ളൂ. അതെ, കർവില് വരുന്ന മോഡൽസ് ആണ് വരുന്നത്. അതിൽ ഇത് വരുന്ന ഫസ്റ്റ് വൺ വരുന്നത് ഇത് BLDC ആണ്. 60 സെന്റിമീറ്ററിലാണ് ഇത് വരുന്നത്. ഇതിന് 60 അവൈലബിൾ ആണ്, 90 അവൈലബിൾ ആണ്. ഇതും നമ്മൾ നേരത്തെ കാണിച്ചു ഈ ഷേപ്പിൽ മാത്രമേ ഷേപ്പ് ഡിഫറൻസ് ആണ്. കൂടാതെ സെക്ഷൻ പവറിലും വേരിയേഷൻസ് ഉണ്ട്. ഇത് 1400 സെക്ഷൻ പവറിലാണ് വരുന്നത്. BLDC-ലാണെങ്കിൽ 9 സ്പീഡിലാണ് 1400 സെക്ഷൻ പറയുന്നത്. വീടുകളിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും റെസിഡൻഷ്യലാണ്. കൊമേഴ്ഷ്യൽ ഇങ്ങനെയല്ല, SS വെച്ചിട്ട് നമ്മൾ മേക്ക് ചെയ്യണം. അത് കസ്റ്റമൈസ്ഡ് ചെയ്ത് കൊടുക്കുന്ന. ഇതിപ്പോ 3 മോഡൽസ് നമ്മുടെ കയ്യിലുള്ള. അതെ, ഇത് മോഡൽ 3 പാറ്റേണിലാണ്. ഇത് 4 സ്പീഡ് ആണ്. സെയിം നമ്മൾ മോഷൻ സെൻസർ തന്നെയാണ്. നമ്മളുള്ള ചിമ്മിനി ഷോറൂമിലുള്ള എല്ലാ ചിമ്മിനി മോഷൻ സെൻസർ, ടച്ച് കൺട്രോൾ, ഓട്ടോ ബ്ലേനിങ് 3 പർപ്പസും കൂടിയുള്ള ചിമ്മിനിയാണ് എല്ലായിടത്തും വരുന്നത്. പിന്നെ ഈ ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ ഇത് ഡബിൾ മോട്ടറിൽ വരുന്ന ഒരു മോഡലാണ്. ചിമ്മിനിയിൽ 2 മോട്ടർ വരുന്നുണ്ട്. സാധാരണ ഒരു സിംഗിൾ മോട്ടറാണ് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷെ അത് കൂടാതെ നമ്മൾ JS Primeന്റെ ഇതിൽ 2 മോട്ടർ വരുന്ന ചിമ്മിനി വരുന്നുണ്ട്. 2200 സെക്ഷൻ പവർ ആണ് വരുന്നത്. കൂടാതെ ഡിസ്പ്ലേ കളർ LED ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിന് വരുന്നത്. ഓരോ സ്പീഡിനനുസരിച്ച് കളർ ചേഞ്ച് ആവുകയും ചെയ്യും. പാറ്റേൺസ് ചേഞ്ച് ആവുന്നതാണ്. അതെ, കൂടുതൽ ഫോബാണൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു അബ്സോർഷൻ കിട്ടുന്ന ഒരു മോഡലാണ് ഇത് വരുന്നത്.
ഇതിനൊക്കെ എങ്ങനെ പ്രൈസിങ് സ്റ്റാർട്ടിങ് എങ്ങനെ? 25 ആണ് ഇതിന്റെ കോസ്റ്റ് വരുന്നത്. 25,000. ഇത് നമ്മൾ നേരത്തെ കണ്ട കറവിൽ വരുന്ന കറവ് തന്നെ. ഇതിൽ വരുന്നത് കറവാണ്, സ്മോൾ ആണ്, സ്റ്റെല്ല എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് നമുക്കിപ്പോ നിങ്ങളെ വീഡിയോ കണ്ടുവരുന്ന അങ്ങനെ പറയാലോ അല്ലെ? ഓക്കെ. ഇപ്പൊ നിങ്ങളെ വീഡിയോ കണ്ടുവരുന്ന ആളുകൾ കാണിക്കുന്നത് നമുക്ക് 10,000 ഈ ചിമ്മിനി കൊടുക്കാൻ പറ്റും. 1400 ആണ് ഇതിന്റെ സെക്ഷൻ ബാർ വരുന്നത്. നമ്മളെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സ്പെഷ്യൽ ആയിട്ട് പറയണം. അപ്പൊ നിങ്ങൾ അഡീഷണൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കാം. തീർച്ചയായും. ഇപ്പൊ നിലവിൽ ഷോറൂമിൽ എന്താ ഡിസ്കൗണ്ട് റൺ ചെയ്തോണ്ടിരിക്കുന്നത്? ഇപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഓഫർ ആണെങ്കിൽ BLDC T ഷേപ്പ് മോഡൽ വരുന്നുണ്ട്. അതിന് ചിമ്മിനി 90 സെന്റിമീറ്റർ ആണ്, 1800 സെക്ഷൻ മോഡൽ വരുന്ന ചിമ്മിനി. 3 ബർണർ ഇറ്റാലിയൻ ഹോബും കൂടി വരുന്നത് നമുക്ക് 35 വിത്ത് നമ്മളൊരു ഫ്രീ ആയിട്ട് നമ്മളൊരു 550 വാട്ട്സ് ഉള്ള ഒരു മിക്സിംഗ് കൂടി, 3 ജാർ മിക്സിംഗ് കൂടി നമ്മൾ ഇതിന്റെ കൂടെ കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഒട്ടനവധി വേറെയും ഓഫേഴ്സുകളുണ്ട്, ഒരുപാട് ഓഫേഴ്സുകളുണ്ട്. നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 90 സെന്റിമീറ്റർ ചിമ്മിനി തന്നെ 25,000 മുതൽ തന്നെ ചിമ്മിനി ഹോബും കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ട്. ചിമ്മിനി ഹോബ് 25,000 തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന പോകുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇതൊരു MI സ്ലാൻഡിംഗ് മോഡലാണ് വരുന്നത്. ക്ലോസ്ഡ് ഡോർ ആണ്, റണ്ണിംഗിൽ മാത്രം ഓപ്പൺ ചെയ്യുന്ന സിസ്റ്റം ആണത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രം ഓപ്പൺ ആവും, അത് കഴിഞ്ഞ് യൂസിങ് കഴിഞ്ഞാൽ ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു മോഡലും കൂടിയാണ്. 1600 സെക്ഷൻ ബാർ. 1600 അല്ലേ? 500? 1500 അല്ലേ? 1500 ആണ് ഇതിന് സെക്ഷൻ ബാർ വരുന്നത്. ഓക്കെ. 3 സ്പീഡാണ്. ഇത് മോഷൻ സെൻസർ. അതെ, മോഷൻ സെൻസർ ആണ്. ഇത് വേറൊരു മോഡലാണല്ലോ. നമ്മൾ നേരത്തെ കണ്ടതിന്റെ കുറച്ച് ചെറിയ സൈസ്. അവിടെ കണ്ട ആദ്യം നമ്മൾ ഡബിൾ മോട്ടർ കണ്ട അതിന് സെയിം തന്നെ സിംഗിൾ മോട്ടറിൽ വരുന്നതാണ്. ഓക്കെ. 1400 സെക്ഷൻ മോഡൽ വരുന്ന ചിമ്മിനീസ് ആണ് വരുന്നത്. ഈ ലൈറ്റ് ചേഞ്ച് ആവോ? അതിന്റെ സ്പീഡ് കൂടുന്നതനുസരിച്ച് വേരിയേഷൻസ് വരും. തീർച്ചയായും. ഓക്കെ. കൂടാതെ നമുക്കിവിടെ സിങ്കുകളും അവൈലബിൾ ആണ്. പിന്നെ ഇത് കോട്സ് എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് 2-3 പാറ്റേൺസിൽ വരുന്നുണ്ട്. ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്, പർപ്പിൾ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ 304 SS-ന്റെ സിങ്കും വരുന്നുണ്ട്, 202 വരുന്നുണ്ട് SS-ല്. കൂടാതെ തന്നെ നമുക്ക് അതിന്റെ കുറച്ച് പാറ്റേൺസ് ആയിട്ടുള്ള മോഡൽസ് അവൈലബിൾ ആണ്. ഓക്കെ. ഇതിന്റെ കൂടെ തന്നെ ഒരുമിച്ച് വരുന്നതാണ്. 30 സംതിങ് ആണ് അതിന്റെ സൈസ് വരുന്നത്. ഈ ഒരു പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് ഒരു വെറൈറ്റി ആയിട്ട് കാണുന്നുണ്ടല്ലോ. അതെ. ഇതില് 2-in-1 എന്നാണ് നമ്മുടെ പ്രൊഡക്റ്റ് ആണ് ഇത് വരുന്നത്. അത് ഒരേ സമയം തന്നെ നമുക്ക് ഗ്യാസിൽ യൂസ് ചെയ്യാം, ഇൻഡക്ഷനായിട്ട് യൂസ് ചെയ്യാം. കാരണം ഇപ്പൊ നമ്മൾ ഒരുവിധം എല്ലാ വീട്ടിലും സോളാർ യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് ഇലക്ട്രിക്കൽ യൂസിങ് എങ്ങനെ മാക്സിമം ഗ്യാസിന് കൺസപ്ഷൻ കുറച്ചിട്ട് ഇലക്ട്രിക്കൽ യൂസ് എങ്ങനെ ചെയ്യാന്നാണ് കുറച്ച് ചിന്തിച്ചെടുക്കുന്നത്. അപ്പം അതിനു വേണ്ടിയാണ് ജാസ്മോം ഇങ്ങനെ ഒരു മോഡൽ ലോഞ്ച് ചെയ്തത്. ഓക്കെ. അപ്പൊ ഇതിലാണെങ്കിൽ ഇൻഡക്ഷൻ ഇൻഫ്രാറെഡ് യൂസിംഗ് ആണ്. നമുക്ക് സാധാരണ കോമൺ എല്ലാ പാത്രങ്ങളും, ഇന്ന പാത്രം എന്നുള്ള കണക്കില്ല, എല്ലാ പാത്രവും നമുക്ക് ഇൻഡക്ഷൻ യൂസ് ചെയ്യാം. അത്യാവശ്യത്തിന് നമുക്ക് ഗ്യാസിൽ വേണമെങ്കിൽ ഗ്യാസിന് യൂസ് ചെയ്യാം. ഇതിപ്പോ മെയിൻ പർപ്പസ് എന്താ? നമുക്ക് ഗ്രില്ലാണ്, ഗ്രില്ല് ചെയ്യാം, എല്ലാം. എനിവേ എന്ത് യൂസിംഗ് ആണെങ്കിലും നമുക്ക് ഇതിന്റെ അകത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഫ്രെയിമിന്റെ മുകളിൽ വെച്ചിട്ട് ഇതിന്റെ മുകളിലാണ് നമ്മൾ മുകളിൽ യൂസ് ചെയ്യാം. ഇത് ഗ്രില്ല് എടുത്തിട്ടാണെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ യൂസ് ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. 2-in-1 പ്രൊഡക്റ്റ് ആണ് ഇത് വരുന്നത്. 1 സൈഡ് ഗ്യാസും 1 സൈഡ് ഇൻഫ്രാറെഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഈ ഒരു മോഡൽ വേറെ ഏതെങ്കിലും ബ്രാൻഡിൽ ഇല്ല. നിലവിൽ ഇപ്പൊ കേരളത്തില് വേറെ ഷോറൂമിലൊന്നും അവൈലബിൾ അല്ല ഈ മോഡൽ. ജെസ്വാന്റെ മാത്രമായിട്ട് വരുന്ന ഒരു മോഡലാണ് ഇത് ഇപ്പൊ വരുന്നത്. എങ്ങനെ പ്രൈസ് വരുന്നത്? ഇതിന് കോസ്റ്റ് വരുന്നത് 9,000 rupees ആണ് വരുന്നത്. 2-in-1 പ്രൊഡക്റ്റ് ആണ്. 9,000 rupees. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. വാട്സ്ആപ്പ് നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇവരെ വിളിച്ച് അന്വേഷിക്കാൻ പറ്റും. തീർച്ചയായും. കൂടാതെ നമുക്ക് ഇതിന് അപ്ഡേഷൻ ആയിട്ടുള്ള ഒരുപാട് മോഡൽസ് വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാം. നമുക്ക് ഇവരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വരുന്ന വീഡിയോസ് നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.